പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. കൊലഞ്ചേരി സാജു എന്ന് പറയുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളൊന്നാണ്. സാജുന് ഇതുപോലെ 1,25,00,000 രൂപ കടമായിട്ട് ഹോട്ടൽ പൂട്ടുകയാണ്. എന്നിട്ട് നാട് വിടും. ഹോട്ടൽ പൂട്ടി കരക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയി ഹോട്ടൽ പൂട്ടും. എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യും? ജീവിക്കാൻ വേണ്ടി ഡൽഹിയിൽ പോകും. അവിടെ പോയി 14,000 രൂപയുടെ ജോലിയാണ് ചെയ്യണത്. അതായത് ബാക്കി ഒരു 9,000 രൂപ ചിലവ് കഴിഞ്ഞ് മിച്ചമുള്ളത്. അതുകൊണ്ടൊന്നും കിട്ടത്തുമില്ല. ആളും അകപ്പെട്ടു പോകും. അകപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം ഉടമ്പടി ചെയ്തിട്ടാണ് നാട് വിട്ടു പോണത്. നീ നാട് വിട്ടു പോകുന്ന മുമ്പ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു പരിപാടി എന്താ? ഉടമ്പടിയാണ്. എന്താ കാര്യത്തിൽ അറിയാമോ? അമ്മ കൂടെ വരും. അതാണ് പ്രശ്നം. അമ്മ കൂടെ വരും. പക്ഷേ സാജു വിചാരിക്കാത്തൊരു സംഭവം നടന്നു. ഹോട്ടൽ പൊട്ടിപ്പോയല്ലോ. പക്ഷേ തട്ടി ഉണർത്തി. ആരെ? അമ്മായിയപ്പനെ തട്ടി ഉണർത്തി. അമ്മായിയപ്പൻ ഇവൻ നാട് വിട്ട് പോയപ്പോൾ മകളോട് പറഞ്ഞു, എടി എനിക്ക് പണിയൊന്നും അറിയാൻ പാടില്ല, എന്നാലും നമുക്ക് രണ്ടും കൂടി ഹോട്ടലൊന്ന് തുറന്നാലോ എന്ന് വിചാരിച്ചു. ഒരു സീൻ ഒരു സ്റ്റോറി പോണ അതിൻ്റെ മൂമെൻറ്റ്സ് കണ്ടില്ലേ? സാജു ഒരിക്കലും അമ്മായിയപ്പൻ ഹോട്ടല് അങ്ങനെ ഒരു ബിസിനസ് ചെയ്യണ ആളല്ല. ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അങ്ങനെ. പക്ഷേ ദൈവത്തിനറിയാം ആർക്കെല്ലാം എന്തെല്ലാം കഴിവുണ്ട്. ഇനി കഴിവില്ലെങ്കിലും കഴിവുണ്ടാക്കാൻ, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ കർത്താവിനെ കഴിയും. അപ്പോൾ അമ്മായിയപ്പൻ്റെ ആത്മാവിനെ കർത്താവ് തട്ടി ഉണർത്തിയപ്പോഴേ മരുമകൻ നാട് വിട്ടു പോയില്ല. അങ്ങനെ മകളോട് ചോദിച്ചു, എടി നമുക്ക് രണ്ടും കൂടി ഇതൊന്ന് തുറന്നാൽ എന്താണെന്ന് ചോദിച്ചു. അവരത് തുറന്നത് കൊണ്ട് കാര്യമായില്ല. കസ്റ്റമേഴ്സിനെ കിട്ടണ്ടേ? അപ്പോൾ അതിന് ദൈവത്തിന് വേറൊരു പാക്കേജുണ്ട്, ഏൽപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ പാക്കേജുണ്ട്. പഴയ നിയമം മുഴുവനും റിച്ചാണ് ഈ വിഷയത്തിൽ. ദൈവം ഏൽപ്പിച്ച് കൊടുത്തു എന്ന് പറയും. ഐസിയായുടെ പ്രവചനം 41:4 രാജാക്കന്മാരെ നിനക്ക് കീഴ്പ്പെടാൻ വേണ്ടി ജനതകളെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരെ, അത് വലിയ അധികാരങ്ങളുള്ളവരെ, രാജാക്കന്മാർ നിനക്ക് കീഴ്പ്പെടാൻ വേണ്ടി ജനതകളെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. കസ്റ്റമേഴ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആരാ? അമ്മായിയപ്പനും ഒരു മോളും കൂടി കച്ചവടം തുടങ്ങിയപ്പോഴുണ്ട് കർത്താവ് കസ്റ്റമേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്താണ്? ആൾക്കാരിങ്ങനെ നിറയെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹോട്ടൽ വിജയമായി. സാജു ഉണ്ടായിരുന്ന കാലത്തേക്കാളും കച്ചവടം അറിയാൻ പാടില്ലാത്തവർ, കടക്കാരൻ അറിയാൻ പാടില്ലാത്തവർ ചെയ്തപ്പോൾ കർത്താവ് തന്നെ അതിൻ്റെ മാനേജറായി. കർത്താവിന് പണ്ട് മുതലുള്ള പരിപാടിയാണ്. ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തട്ടി ഉണർത്തുമ്പോഴും കസേരയെ കർത്താവ് ഇരിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു കസേര കർത്താവിന് ഇട്ടണം നല്ലതായിരിക്കും. ചില വിശുദ്ധന്മാരൊക്കെ അവിടെ മുറിയിൽ ഒരു കസേര വെറുതെ ഇടും, എന്നിട്ട് കർത്താവുമായിട്ട് സംസാരിക്കും. അങ്ങനെ നിൻ്റെ ജീവിതം പഠനമുറിയിലായാലും നിൻ്റെ വീട്ടിലായാലും അടുക്കളയിലായാലും ഒരു കസേര ഒഴിച്ചിട്ട് പറയാം, കർത്താവ് ഇത് നിൻ്റെ കസേര, എനിക്ക് നിനക്കും കൂടി സംസാരിക്കാനുള്ള കസേര. അത്രയും സത്യമായിട്ട് അത്രയും സ്നേഹത്തോടെ വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്തുതി. ഹല്ലേലൂയ. നമ്മൾ ആക്രാന്തം കാണിച്ചില്ലെങ്കിലും ദൈവത്തോട് ദൈവത്തിൻ്റെ രീതിയിൽ പ്രതീക്ഷിക്കണം. നമ്മൾ മനസ്സിലായില്ലേ? ആക്രാന്ത സ്വാർത്ഥത എന്ന് വേണ്ടതാണ്. അങ്ങനെയല്ല, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ റേഞ്ചിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. മനസ്സിലായില്ല? അതാണ് കർത്താവ് ചെയ്തത്. പിതാവേ, അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണെന്നാണ്. അപ്പം നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മെഗ്നാനിമിറ്റിയിലാണ്, അനന്ത സാധ്യതയിലാണ് നമ്മൾ, ആ അതിശയ സാധ്യതകളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, അങ്ങയുടെ അനന്തമായ അതിശയ സാധ്യതകളിലെ വിശ്വസിക്കാനുള്ള കൃപ നൽകണമേ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമേ.
അതായത് ദൈവത്തെ ഇങ്ങനെ വിശ്വസിച്ച് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെ കണ്ടെത്താൻ പറ്റിയ ഒരു ഉപഭോഗ വസ്തുവായിട്ട് ദൈവത്തെ മാറ്റരുത്. പക്ഷെ അതേസമയം തന്നെ നീ ദൈവത്തിനൊപ്പിച്ച് ജീവിക്കാമെന്ന് കൂടി നീ മനസ്സിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാം. കാര്യം കണ്ടതിന് ശേഷം നിൻ്റെ പഴയ ലോകാരൂപിലേക്ക് നീ പോകത്തില്ല. ഇങ്ങനെ കുറേ ഒത്തുതീർപ്പുകൾ നിങ്ങൾ ദൈവത്തോട് ചെയ്യുകയാണെങ്കിൽ ദൈവം കുറച്ചുകൂടി നമുക്ക് ടാൻജിബിളാകും, സ്പർശ്യമായ രീതിയിലാകും. സാജുവിൻ്റെ കാര്യം ഞാൻ രണ്ടാമത്തെ സാക്ഷ്യം, അദ്ദേഹത്തിന് കുറേ റിജക്ഷൻ വന്നു വിസയിൽ. അവസാനം ഇസ്രയേലിലെ വിസയ്ക്ക് ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ എന്നാ പ്രശ്നം, അതിൽ സിറിയയുടെയും ജോർദാൻ്റെയും വിസ ഇഷ്യൂ ചെയ്തിട്ടുള്ള രേഖകൾ പാസ്പോർട്ടിലുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂക്കാരൻ എന്നാ ചോദിക്കണത്, നേരത്തെ വിസ വെച്ചിട്ട് ഞാൻ കാര്യം 41 വയസ്സുള്ളത് കൊണ്ടാണ്, ഏജ് ഓവർ ആയതുകൊണ്ടാണ്. എന്നിട്ടും അമ്മ തീരുമാനിച്ചാൽ ഏജൊക്കെ തീരുമാനിക്കുന്നത് ആരാ? സമയം അല്ല ഏജ് എന്ന് പറയണത്. ഏജ് എന്ന് പറയുന്നത് എന്താണ്? സമയമാണ്. സമയം തീരുമാനിക്കുന്നത് ആരാണ്? അമ്മയാണ്. സമയവും അമ്മയ്ക്ക് കീഴ്പ്പെടുത്തിയിരിക്കണതാണ്. ദൈവം അത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സമയം ആയില്ല എന്ന് പറയുമ്പോൾ അവൻ പറയണ പോലെ ചെയ്ത് സമയം ആക്കിയെടുക്കാനുള്ള മധ്യശക്തിയാണ് അമ്മയുടേതാണ്. ഏജ് ഓവറായെന്ന് പറയുമ്പോഴേ അതാരാണ്? സാജുവിൻ്റെ ഏജ് ഓവറായി ഇല്ലേ തീരുമാനിക്കുന്നത് ആരാണ്? ഫോറിൻ കൺട്രീസ് അല്ല, ആരാണ്? അമ്മയാണ് തീരുമാനിക്കുന്നത്. 41 വയസ്സിൽ വിളിക്കും. അമ്മ തീരുമാനിച്ചുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? ടെക്നിക്കൽ ട്രബിൾസ് എല്ലാം ഓവർലുക്കാവും. ടെക്നിക്കൽ ട്രബിൾസ് എന്താ? ജോർദാനിലും സിറിയയിലും പോയ ഇസ്രായേൽക്കാരനെ എടുക്കത്തില്ല ആളാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ എന്താ ചോദിക്കണത്, നിങ്ങൾ എന്നാത്തിനാണ് ജോർദാനിൽ പോയത്, എന്നാത്തിനാണ് സിറിയയിൽ പോയത്? സദ്യ പോയിട്ടില്ലേ? അന്ന് പോകാൻ ഒത്തില്ല, അതിൻ്റെ രേഖകൾ പാസ്പോർട്ടേ വന്നു. അതിനെന്തും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന ഇയാളെ സ്വപ്നത്തിൽ പോയി ഓർക്കണില്ല. അപ്പോൾ ഇരുന്ന് വേർക്കുക മാത്രമല്ലാതെ വേറെ മറുപടിയില്ല. ഇപ്പം വേർത്തപ്പോഴേ അമ്മ വേറെ ഒരു പരിപാടി കാണിച്ചു. എന്താണെന്നറിയാമോ? ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്തവനെ അവിടെ നിന്ന് ബോയ് പുറകോട്ട് വിളിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത ആൾ പോയി നാരങ്ങ വെള്ളം കുടിച്ചു വന്നപ്പോൾ അങ്ങോട്ട് അകത്ത് ചോദിച്ച ചോദ്യമൊക്കെ അതിൽ മറന്നുപോയി. വിസ ചെയ്തു. അമ്മയുടെ കയ്യിൽ കുറേ പരിപാടികളുണ്ട്. നമുക്ക് ചില ആൾ വിസ്മയിച്ചു പോകും. പക്ഷെ നമ്മൾ വിശ്വാസത്താലും ദൈവത്തെ വിസ്മയിപ്പിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കണ്ട് നമ്മൾ വിസ്മയിക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? വിശ്വാസത്താൽ. ഇപ്പം ശതാധിപൻ്റെ കഥ പറയത്തില്ലേ? ശതാധിപൻ്റെ ഭൃത്യന് അസുഖമായിട്ട് കിടക്കുമ്പോഴേ ശതാധിപൻ എതിരെ വന്ന് പറയും, അങ്ങൻ്റെ വീട്ടിൽ എഴുന്നള്ളി വരാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുമ്പോഴേ കർത്താവ് എന്താണ് വചനം എന്താ പറയണത്? ഇപ്പം 7-ാം അധ്യായത്തിൽ എൻ്റെ 7-ാം വചനമാണെന്ന് തോന്നുന്നു, ലൂക്കായുടെ സുവിശേഷം. അവിടെ വിശ്വാസം കണ്ട് അവൻ വിസ്മയിച്ചു എന്ന. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അടയാളം കണ്ട് നമ്മൾ വിസ്മയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ വിശ്വാസം കണ്ട് ദൈവം വിസ്മയിക്കണം. കൈ അടിച്ച് കർത്താവ് വെള്ളത്തിനോളം എന്നെ തകർക്കുവാൻ സാധ്യമല്ല. വെള്ളത്തിനോളം എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുണ്ട്. ഹല്ലേലൂയ. ഇനി ഡേറ്റുകൾ, സമയങ്ങൾ ഓർക്കാം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഡേറ്റുകൾ, സമയങ്ങൾ. സ്ഥലമളവിന് ഡേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കാം. കോടതി കേസ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി ഇങ്ങനെ പറയണം കേട്ടോ. ഈ ഡേറ്റ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണം എന്ന് പറയും. കുട്ടികളില്ലാത്തവരെ, കുട്ടികളുണ്ടാകാൻ സാധ്യതയുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവർ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. കേസ് നടക്കുന്നവരെ, വിസ്താരം നടക്കുന്നവർ, വിധി
പ്രതീക്ഷിക്കുന്നവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, എക്സാമിനേഷൻ്റെ റിസൾട്ട്, യോഗ്യതാ പരീക്ഷ, OET, മത്സര പരീക്ഷകൾ, PSC ടെസ്റ്റുകൾ, അങ്ങനെയുള്ള മത്സര യോഗ്യത പരീക്ഷകളുടെയൊക്കെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴേ പറയാം, പരിശുദ്ധ അമ്മ വഴി ഈ തീയതി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് കയറിപ്പോകേണ്ട ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റും ഇപ്പോഴേ സമർപ്പിക്കാം. വീട് വെക്കുക, ഗൃഹപ്രവേശം, വീടിന് അടുത്തറ ശിലാസ്ഥാപനം, ഡേറ്റുകൾ ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക്. മനസ്സമ്മതം, കല്യാണം, കല്യാണ ആലോചനയ്ക്കായിട്ടുള്ള യാത്ര, ഡേറ്റുകൾ കർത്താവിനെ സമർപ്പിക്കുക. സ്ഥലം രജിസ്ട്രേഷൻ, സ്ഥലം അളവ്, തീയതി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. എന്നെ ശ്രവിക്കുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിലും മറ്റ് വീടുകളിലൊക്കെ ഇരുന്നുകൊണ്ട് നാട്ടിലൊക്കെ ഇപ്പോൾ ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ ആ ഡേറ്റുകൾ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് തീയതികളെ സമർപ്പിക്കുക. ഞങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കുക. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയും ബലമേകി ബലവാനായോ നടത്തിയിരുന്നു ബലഹീനതയും ബലമേകി ബലവാനായോ നടത്തിയിരുന്നു കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴും മക്കൾ ഓർക്കേണ്ടത്, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരിടത്ത് നിൽക്കുമ്പോൾ അവിടെ നടക്കുന്ന ആരാധനയാണ്. തന്നെയല്ല, ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ എന്ത് നിങ്ങൾ സമർപ്പിച്ചാലും ഈ മണ്ണിന് വന്നു വരുമ്പോൾ ഇതിൻ്റെ വിഷയം ഒന്ന് മാറും. എന്നിട്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ പറയണം, പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള സൗഖ്യമാണ് നടക്കുന്നത്, സാക്ഷ്യം പറയണത്. അതായത് ആരാധന സമയത്ത് നമ്മൾ ഏതെങ്കിലും രോഗത്തിന് അവിടെ കൈവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പലർക്കും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനത് ആ രീതി ഫോളോ ചെയ്യണേ. നിങ്ങളിപ്പോൾ കരൾ രോഗമുള്ളവർ, ഹൃദയ രോഗമുള്ളവർ, പങ്ക്രിയാസിക് രോഗമുള്ളവർ അവിടെ കൈവെക്കുക. എന്നിട്ട് പറയണം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിലാണ് സൗഖ്യത്തിനായി കൈവെക്കണമെന്ന് പറയണം. നെഞ്ചുവേദനക്കാർ ഇപ്പം തന്നെ ഹെലികോപ്റ്ററിലെ പിക്ക് ചെയ്ത പേഷ്യൻറ്റിനെ ശ്വാസകോശങ്ങളാണ് ഡയാലിസിസ് ചെയ്തത്. അപ്പം അത്രയും അക്യൂട്ടായിപ്പോയെന്ന് അർത്ഥം. ശ്വാസകോശങ്ങളെ ഡയാലിസിസ് ചെയ്യണത് ഇവിടെ ആദ്യമായിട്ടാണ് സാക്ഷ്യം പറയണത്. അപ്പോൾ എന്തും നടക്കുന്ന ഒരു അവസ്ഥയിലായിട്ടാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾ വളരെ ശക്തമായ രീതിയിൽ ഇപ്പം വയറ്റ് ഡിസ്ചാർജ് ഉള്ളവരുണ്ട്. അപ്പോൾ അവർ അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. വയറ്റ് ഡിസ്ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കിൻ്റെ അസുഖം. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായത് 18 കൊല്ലമായിട്ട് രോഗമാണ് ആ അസുഖപ്പെട്ടത്.
ഇനി രക്തസ്രാവം തന്നെയുള്ളവരുണ്ടാകാം, അവരും അടിവയറ്റിൽ തന്നെയാണ് കൈവെക്കേണ്ടത്. അണ്ടാശയത്തിൽ കുരുക്കൾ സിസ്റ്റ് ഉള്ളവരും അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ PCOD ഉള്ളവർ അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. ഇത് വെക്കുമ്പോൾ അതൊക്കെ പറയണം, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യനാഥനുടെക്ക് ഞാൻ ഈ രോഗം സമർപ്പിക്കുന്നു. പറഞ്ഞേ, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ ഈ രോഗം ദിവ്യകാരുണ്യനാഥന് സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിലാൽ സുഖം തരട്ടെ, തിരുമുറിവിലാൽ സുഖം തരട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് തലവേദന ഉള്ളവരെ തലയിൽ കൈവെക്കുക. ചെന്നിയിൽ കൈവച്ചാൽ മതി, ഒരു കൈ വെച്ചാൽ മതി. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരുണ്ട്, ചെവിക്ക് കേൾവിക്കുറവുള്ള, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, തലയിൽ എന്തെങ്കിലും രക്തസ്രാവമോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റോ അല്ലെങ്കിൽ ബ്ലോക്കോ ഒക്കെ ഉള്ളവർക്ക് അവിടെ തന്നെ കൈവച്ചാൽ മതി. തൈറോയിഡ് ഉള്ളവർ, സ്പോണ്ടിലോസിസ്, ടോൺസൈറ്റ്, അവരെല്ലാം കഴുത്തിൽ കൈവെക്കുക. എന്നിട്ട് പറയുക, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ ഈ രോഗത്തെ സൗഖ്യത്തിനായി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന. ശ്വാസതടസ്സങ്ങൾ, അസ്ഥിക്കുഴലുണ്ടാകുന്ന മരവിപ്പ്, അസ്ഥിയുടെ മജ്ജ ഊറ്റിപ്പോകുന്ന കാരണം ഉണ്ടാകുന്ന പൊള്ളൽ, വാതരോഗമുള്ളവർ ഒക്കെ സന്ധികളിലാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. കിഡ്നി രോഗമുള്ളവർ പതകിന് കൈവെക്കുക, അതായത് മുതുകിന് താഴെ ഭാഗത്ത്, അതായത് നമ്മളുടെ അരക്കെട്ടിന് ഒരു ചാൺ മുകളിൽ കൈവെക്കുക, പ്രാർത്ഥിക്കുക. കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ രോഗസൗഖ്യത്തിനായി ഈ രോഗം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ സൗഖ്യത്തിനായി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. Lord Jesus, I command you in the name of Jesus Christ be healed. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ത്വക്ക് രോഗികളെ സ്പർശിക്കണമേ. വിശുദ്ധ രക്തത്താൽ ത്വക്ക് രോഗികളെ, വിസർപ്പ രോഗികളെ, സോറിയാസിസ് രോഗികളെ അങ്ങ് സ്പർശിക്കണമേ, കഴുകണമേ. കർത്താവേ, വലിയ ശ്വാസം മുട്ടൽ, ആസ്മയുള്ള രോഗികളെ, ശ്വാസകോശങ്ങൾ, ഓ ഈശോയെ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ. വിട്ടുവിട്ട് വരുന്ന രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ, വർഷങ്ങളായി മാസങ്ങളായി മരുന്ന് കഴിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കരത്താൽ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പിതാവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്നുള്ള മർക്കോസ് 14:36 ഇന്നത്തെ ധ്യാനവചന. നമ്മളെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീടില്ലാത്ത അവസ്ഥ, സ്ഥലമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക കടങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കും. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. അത്ര കൺഫ്യൂഷനായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ അത്ര കൺഫ്യൂഷൻ വന്നാൽ അടിയന്തര നടപടി എന്താ? പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അടിയന്തര നടപടി എന്താ? വ്രണത്തിന് മുകളിൽ വെച്ച് കെട്ടുക എന്നുള്ളതാണ് അല്ലേ? അതുപോലെ തന്നെയുള്ള മുറുക്കി കെട്ടണ്ട, പതുക്കെ കെട്ടാവുന്നത്. അതുപോലെ തന്നെയുള്ള വിഷയമാണ് അത്ര കൺഫ്യൂഷൻ വന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല വന്നാൽ അതിൻ്റെ നടപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിറയുകയാണ്. ആഴത്തിന് മേൽ അന്ധകാരം നിറഞ്ഞ് ഒരു രൂപവും ഇല്ലാതെ വന്നാൽ പിന്നെന്താണ്? ഒന്നിനും തുടങ്ങാൻ പരിശുദ്ധാത്മാവ് നിറയണം. അതാണ് ബൈബിൾ അങ്ങനെ, അത് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ തുടങ്ങണത്. വിശ്വാസിക്ക് അത്ര കൺഫ്യൂഷൻ വന്നാൽ ആത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണമെന്ന്. കാര്യം എന്ത് ചെയ്യണം? സ്ഥലം വിൽക്കണോ? എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. വിറ്റാൽ വീട് വെക്കാൻ പറ്റത്തില്ല, പക്ഷേ മകളെ കെട്ടിക്കണം. അതാ മകന് ജോലിക്ക് പൈസ കൊടുക്കണോ? അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാം, കൺഫ്യൂഷൻ വരും. അപ്പം കൺഫ്യൂഷനുള്ളവർ ചെയ്യേണ്ടത് എന്താണ്? അതിശക്തമായി ഇപ്പോൾ നമുക്കൊരു 5 ലക്ഷം രൂപയുണ്ട്, പക്ഷേ മകളെ കെട്ടിക്കണം. അത് മകന് ജോലിക്ക് കൊടുത്താൽ അവന് ജോലി കിട്ടിയാൽ ആ പൈസ കൊണ്ട് വീടും വെക്കാം, മകളെയും കെട്ടിക്കാം. പക്ഷേ അത് കിട്ടുമോ ഇല്ല അറിയത്തില്ല. അപ്പോൾ വന്ന കല്യാണം പോകുമല്ലോ, എന്തായാലും ആർക്ക് താമസിക്കണം, വീട് വേണ്ടേ, ഇങ്ങനെ കൺഫ്യൂഷനായി പോകും. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാർഗമാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോകുന്നവർക്ക് 72 മണിക്കൂറിനുള്ളിൽ ആന്തരിക ബോധം കിട്ടുന്ന ദൈവ തീരുമാനം ഉണ്ടാകാൻ, പരിശുദ്ധാത്മാവ് നിറയാൻ, അവിടെ സംഘർഷങ്ങളെ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out the Spirit. Touch with the fire finger. Soak with the precious blood. Lord, infuse the Spirit. Lord, infuse the Spirit of power and grace. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഭരിക്കും രോഗിക്ക് സഖ്യമാകാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഭരിക്കും രോഗിക്ക് സഖ്യമാകാം. മക്കളെ, വരുമാന മാർഗം മുട്ടിപ്പോയവർ, മുടിഞ്ഞു പോയവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മനുഷ്യരുടെ മുമ്പിലൊക്കെ അപമാനപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഉടമ്പടിയുടെ സബ്ജക്റ്റാണത്. അവർക്ക് വീഴുന്നില്ല എന്ന് പറയണത് മനുഷ്യരുടെ മുമ്പിൽ അപമാനപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ അർത്ഥം. ഇപ്പോൾ ജപ്തി നടപടിയായാലും കേസായാലും ഇനി നിൻ്റെ കയ്യിൽ തന്നെയാണ് മിസ്റ്റേക്ക് എങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മ ഒരു മാർഗം കണ്ടുപിടിക്കും. വരുമാന മാർഗം ഇല്ലാത്തവർ, നഷ്ടപ്പെട്ടു പോയവർ, ഒരു വെടിക്കുള്ള മരുന്നുണ്ട്, അത് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ തീർന്ന് പട്ടിണി കിടക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലാണ് നീയെങ്കിൽ അത് എന്തിന് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലെങ്കിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. കർത്താവേ, കണ്ണീരോടെ അങ്ങയുടെ അവകാശമോഹരിമാകുന്ന
എല്ലാ മക്കൾക്കും വേണ്ടി അങ്ങയുടെ അഭിഷിക്തൻ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മ വഴി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out His Spirit. Touch with the fire finger. Soak with the precious blood. Lord, infuse the spirit of power and grace. കല്യാണ കേസുകൾ, വിവാഹത്തിൻ്റെ കേസുകൾ, നിങ്ങളുടെ മക്കൾ പൈശാചികമായ ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന പ്രണയബന്ധങ്ങളിൽ പോയി ചാടിയിരിക്കുന്നവരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ സമർപ്പിക്കേണ്ടതും കൂടി സമയമാണ്. ആന്തരിക മുഴകളെയും സ്രാവമുള്ള രോഗങ്ങളെയും കർത്താവ് സുഖപ്പെടുത്തുന്ന അറിയിപ്പുണ്ട്. സ്തുതിയുടെ ഹല്ലേലൂയ. ആകാശ സഞ്ചാരം ചെയ്യുന്നവരെ സുരക്ഷിതനായിട്ട് പ്രാർത്ഥിക്കണം. ഒരു വിമാനം അപകട നിലയിൽ താഴെ ഇറക്കി പട്ടാളം പോലെ ആളെ ചുറ്റും നിൽക്കുന്ന അറിയിപ്പ്. അപ്പോൾ ആകാശ സഞ്ചാരികളെ സുരക്ഷിതനായി സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. ഏതെങ്കിലും പ്രാർത്ഥന അച്ഛൻ ട്രേസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാവുന്നതാണ്. മൗന പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളുടെ ഏതെങ്കിലും പ്രാർത്ഥന അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഓർത്ത് സമർപ്പിച്ച പ്രാർത്ഥന ആവശ്യം പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നേർച്ച വസ്തു എടുക്കുക. നേർച്ച വസ്തുക്കൾ എടുക്കുക. പത്രം മറ്റു കൈകളിലേക്ക് പോകുന്നതാണ്. പത്രമെടുക്കുക. പത്രം കൂടുതൽ വാങ്ങാൻ കഴിവുള്ളവർ കൂടുതൽ വാങ്ങുകയും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗമാണ് പത്രപ്രവർത്തനത്തിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന മാർഗമാണ് ഫേസ്ബുക്കിൽ വരുന്ന സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു മുടക്കമില്ല. ഒരു ബട്ടണിൽ പോയി ഞെക്കിയാൽ മതി. 1000 പേർക്ക്
ആ സന്ദേശം എത്തും. സുവിശേഷ ഉടമ്പടി പ്രഭാഷണമായാലും ഉടമ്പടി സാക്ഷ്യങ്ങളായാലും ഉടമ്പടി എടുത്തവരെ എല്ലാവരിലേക്കും എത്തിക്കണം. വെറുതെ എത്തിച്ചാൽ പോരാ, പ്രാർത്ഥിച്ച് ഒരു സ്വർഗസ്ഥനായി ചൊല്ലിയിട്ട് വേണം ഷെയർ ചെയ്യാൻ. കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഫേസ്ബുക്ക് പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ചെയ്യേണ്ടതാണ്. കാര്യം ഉടമ്പടിയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് മാത്രം ഇവിടെ വന്നാൽ മതി. ബാക്കിയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ കൂടേണ്ടത് ഫേസ്ബുക്കിനും യൂട്യൂബിലുമാണ് ആരാധന കൂടേണ്ടത്. അവർ ഷാലോമിലും ഷാലോ ടെലിവിഷനിലും അവരുടെ ഗുഡ്നസ് ചാനലിലും കൃപാസന ഉടമ്പടി ധ്യാനമുണ്ട്, അവിടെയും കൂടാവുന്നതാണ്. ഷാലോമിൽ അത് കൂടുമ്പോൾ തന്നെ അത് ഷെയർ ചെയ്യണം. ഉടനെ കൂടിക്കഴിഞ്ഞ ഉടനെ നിങ്ങളത് ഷെയർ ചെയ്യണം. സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പ്രാർത്ഥിച്ച് കർത്താവെ ഈ വചനം കേൾക്കാത്തവർ കേൾക്കാൻ ഇടയാക്കണമേ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യണം. ഒക്ടോബർ 26 ബ്ലോക്ക് ചെയ്യാത്തവർ കലണ്ടർ ഇന്ന് തന്നെ ബ്ലോക്ക് ചെയ്യണം. 50,000 ആൾക്കാരാണ് ജപമാല റാലിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ഒരു 37,000 പേര് പങ്കെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ റാലിക്ക് കാര്യം ഒരു 20 ലക്ഷം ജപമാല അല്ലെങ്കിൽ 5 ലക്ഷം ജപമാല നമ്മൾ പ്രാർത്ഥിക്കുന്ന റാലിയിൽ എല്ലാവരും കൂടി. അപ്പോൾ ആ വിഷയത്തിലേക്ക്, റാലിയിലേക്ക് നിങ്ങളുടെ ജീവിത വിഷയം കൂടി കാഴ്ചവെക്കണം. നിങ്ങൾ മാത്രമല്ല, റാലിക്ക് പങ്കെടുക്കാൻ സൗകര്യവും സന്മനസ്സുള്ളവരൊക്കെ നിങ്ങളെ ചേർക്കാവുന്നതാണ്. പ്രേക്ഷിത വേല പോലെ ചെയ്യണം. രാവിലെ 7 മണിക്ക് ഇവിടുന്ന് ജപമാല റാലി ആരംഭിക്കും, മിഷൻ റാലി. ദൂരെ നിന്ന് വരുന്നവർക്ക് എല്ലാ ദിവസവും തന്നെ ഇടവക പള്ളിയിൽ ഫ്രഷപ്പ് ചെയ്യാനുള്ള സൗകര്യം ഇടവക പള്ളി വികാരിയച്ഛൻ ക്രമീകരിച്ചിട്ടുണ്ട്. കുറഞ്ഞ ചിലവിൽ എല്ലാ ദിവസവും. ഇവിടെ ഇപ്പോൾ ഒത്തിരി പേരിങ്ങനെ രാത്രിയും പകരമൊക്കെ വരിക. രാത്രി വരുന്നവർക്ക് ഇവിടെ കിടക്കാൻ സൗകര്യമില്ലെങ്കിലും ഫ്രഷപ്പ് ചെയ്യാൻ, വെളുപ്പിനെയൊക്കെ വരുന്നവർക്ക് ഫ്രഷപ്പ് ചെയ്യാൻ, കുളിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി റെസ്റ്റ് എടുക്കാനൊക്കെ ആണുങ്ങൾക്ക് സ്ത്രീകൾക്കൊക്കെ പ്രത്യേകം മുറികൾ, ഡോർമെട്രികൾ ഇടവക പള്ളിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇടവക പള്ളി നിങ്ങൾക്കറിയാം, 1/2 കിലോമീറ്റർ അടുത്താണ് ഇടവക പള്ളി. ഇവിടെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഫ്രഷപ്പ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പർ ഓഫീസിൽ നിന്ന് കിട്ടും. ഓഫീസ് ആരെയും വിളിക്കേണ്ടതെന്ന് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ വരുന്ന അവർ രാത്രിയാണ് വരണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കുക, കുറഞ്ഞ ചിലവ് താമസിക്കേണ്ടി വരികയാണെങ്കിൽ രൂപത, ആലപ്പുഴ രൂപത പാസ്റ്റർ സെൻറ്ററിൽ മുറികൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായിട്ടുള്ള മുറികൾ കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതും ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലവും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നും ഉണ്ടാവും. 4 മണിയാകുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന തുടങ്ങും. 5 മണി വരെ, 5:30 വരെ. അതിനുള്ളിൽ 4 മണി എന്ന് പറയുന്നത് ക്ലാസ്സിൻ്റെ സമയമാണ്. ഉടമ്പടി എടുക്കുന്നവരെ അതിൻ്റെ ക്ലാസ് കേട്ട് സാവധാനമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ധൃതിയുള്ളവർക്ക് പോകാം. പക്ഷേ ഉടമ്പടി എടുക്കുന്നവർ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയാണ് അത് എടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രയോജനമില്ല. മുകളിലാണ് ഉടമ്പടി ക്ലാസ് നടക്കുന്നത്. പ്രാർത്ഥനാ ദിവസങ്ങൾ പുതുക്കൽ നിർത്തി. കാര്യം പുതുക്കലിന് ക്ലാസ് എടുക്കാൻ പറ്റണില്ല. ഭയങ്കര ധൃതി ആൾക്കാർ കാണിക്കുന്ന കാരണം പുതുക്കാനും പറ്റണില്ല. പുതുക്കൽ സ്റ്റോപ്പ്. കാര്യം അങ്ങനെ പുതുക്കാൻ പറ്റത്തില്ല. കാര്യം പുതുക്കിയ ഉടമ്പടി എടുത്തതിനേക്കാൾ ഇരട്ടി അനുഗ്രഹങ്ങൾ ഉണ്ടാവേണ്ടതാണ്.
കറക്റ്റായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ഫോളോ ചെയ്ത് പുതുക്കണമെങ്കിൽ ഉടമ്പടി എടുത്തതിനേക്കാൾ അനുഗ്രഹങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതിനെ എനിക്ക് ഡൗട്ട് വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ അത് നിർത്തിക്കളഞ്ഞത്. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. ധൃതിക്ക് ഉടമ്പടി പുതുക്കിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തില്ല. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പുതുതായിട്ട് ഉടമ്പടി എടുക്കാനും ഉടമ്പടി എടുത്തവർക്ക് പുതുക്കാനും സൗകര്യമുണ്ടാകും. നേരത്തെ വസ്തു ഉയർത്തിപ്പിടിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ കൃപാസനത്തിൽ വെഞ്ചരിച്ച് വെച്ചിരിക്കണ നേർച്ച വസ്തുക്കളാണ് വാങ്ങിക്കേണ്ടത്. വിശ്വാസപ്രമാണം ചൊല്ലട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit, the fire of finger, soak with the precious blood. And I, with the authority of the Catholic Church, the power of Jesus Christ, with the meritus of the Holy Priesthood, I bless and hallow the cervix. Lord, infuse the spirit of power and grace. ശ്രദ്ധിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തരുന്ന ഉടമ്പടി തൈലമെന്ന് പറയുന്നത് എന്താണത്? ശുദ്ധമായ ഒലിവെണ്ണയാണ്. ചില ആൾക്കാർ എണ്ണ എന്നൊക്കെ പറയുന്നുണ്ട്, വെളിച്ചെണ്ണ ഒക്കെ പറയുന്നുണ്ട്. അല്ല, ശുദ്ധമായ ഒലിവെണ്ണ. ഉടമ്പടി ചെയ്യണത് എണ്ണയാണത്. ബൈബിളിൽ ഉടമ്പടി ചെയ്യണ എണ്ണയാണ് നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ ഒരു തുള്ളി കൊണ്ട് 4 പ്രാവശ്യം ഉപയോഗിക്കണം. ഇവിടെ അതൊന്നും വിൽക്കാൻ വെച്ചിരിക്കുകയല്ല. അത് ദൈവത്തിൻ്റെ നമുക്ക് ഈ കാലഘട്ടം തന്നൊരു ദൈവാക്ഷതമാണ്. അത് ഉപയോഗിക്കുമ്പോൾ 4 പ്രാവശ്യമായിട്ട് ഒരു തുള്ളി ഉപയോഗിച്ചാൽ മതി. അത്രയും ഉപയോഗിക്കേണ്ട കാര്യമുള്ളത്. അല്ലാതെ തീർന്നു തന്നാൽ ഇവിടെ വന്ന് തരത്തില്ല. ഞങ്ങൾ തന്നാൽ തന്നെ അവിടെ എഴുതി വെക്കും, ഡേറ്റ് എഴുതി വെക്കും. അത് ഉടമ്പടി തൈലം എന്ന് പറയണത് അത്രയും 12 പ്രാവശ്യം വരെ അച്ഛൻ വെഞ്ചരിക്കും, പിന്നെ പൊതുവായിട്ട് വെഞ്ചരിക്കും. അങ്ങനെയാണ് അത് തരണത്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ഈ കൊടുത്തു വിടുന്ന പരിപാടി നിർത്തണം. കാര്യം നിങ്ങൾക്ക് ഉടമ്പടി ചെയ്ത ആളല്ല എൻ്റെ പ്രധാനപ്പെട്ട ആൾ, അയാൾക്ക് പോയി ചെയ്യാം. കൊടുത്തു വിടുക എന്ന് വെച്ചാൽ അത് ഞാനതിനെക്കുറിച്ചൊന്നും പറയണില്ല. ചില അക്യൂട്ട് രോഗികൾ, അന്യരാജ്യങ്ങളുള്ളവർക്ക് പിന്നെ കൊടുത്തു വിടാതെ പറ്റത്തില്ല. പക്ഷേ കൊടുത്തു വിടുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ അതിൻ്റെ റിസ്ക് എടുക്കണം. കാര്യം അത് ഉപയോഗിക്കണവരെ നിങ്ങൾ ഉപവസിക്കുകയോ കുമ്പസാരിക്കുകയോ വിശ്വാസപ്രമാണം ചെല്ലുകയോ ചെയ്യണം. അതിൻ്റെ റിസ്ക് എടുക്കണം. കാര്യം ആ കൊടുത്തു വിടുന്ന ആളെ നമുക്ക് വിശ്വാസമില്ല. നിങ്ങളെയാണ് ദൈവം നോക്കണത്. അതെപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഉപ്പാണെങ്കിലും വാരിക്കൊരു ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഉപ്പ് വില കുറഞ്ഞ വസ്തുവല്ല. നമ്മളെ വെഞ്ചരിച്ച് തരുമ്പോൾ അത് അതിൻ്റെ ഓരോ തരിയും. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞ സ്ഥലം വിറ്റുമാറണില്ല. 10 കൊല്ലമായിട്ട് വിറ്റുമാറില്ല. അവരെന്നാ ചെയ്തത്? ഒരു തുള്ളി ഉപ്പെടുത്ത്, ഉടമ്പടി ഉപ്പെടുത്തിട്ട് വെള്ളത്തിൽ കലക്കി പറമ്പ് മൊത്തം തളിച്ചു. ഇടിവെട്ട് മാറാൻ വേണ്ടി, എപ്പോഴും ഇടിവെട്ടിയാൽ അവിടെ വെട്ടി ഇടിവെട്ടും. അത് മാറാൻ വേണ്ടി ആ ചെടുത്തി എന്താ ചെയ്തത്? ആ ഉപ്പ് മൊത്തം കോരി എടുത്തിട്ട് എല്ലായിടത്തും ബേദറി. ഉപയോഗിക്കുന്ന രീതി കണ്ടില്ലേ? രണ്ടും കാര്യങ്ങൾ നടന്നു. രണ്ടും സ്ഥലവും വിറ്റ് മാറി ഇടിവെട്ട് നിൽക്കുകയും ചെയ്ത്. പക്ഷേ പ്രശ്നം അതല്ല. ആ ഉപ്പും ഇടിവെട്ട് മാറാനുള്ള പറമ്പിലും ഒരു തരിയെടുത്ത് വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതിയായിരുന്നു. അത്രയും മുടക്കേണ്ട കാര്യമില്ല. വെറുതെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് മുടക്കരുത്. കാര്യം നമ്മൾ വെറുതെ ആ ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയും ഭദ്രമായിട്ട് ആശീർവദിച്ചാണ് മക്കൾക്ക് അത് തരണത്. ഉടമ്പടി പ്രകാരം ദൈവവും നിങ്ങളും ചെയ്ത ഉടമ്പടി പ്രകാരമാണ് അത് തളിക്കണത്. നമ്മളെ വെറുതെ അല്ലത്. വെറുതെ വെഞ്ചരിച്ച സ്ഥലം കൊണ്ടുപോയി തളിക്കുകയല്ല. ദൈവവും നിങ്ങളും കൂടി ചെയ്ത ഉടമ്പടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിൻ്റെ ഒരു ആസ്തിയുണ്ട്, അടിസ്ഥാനം. അതിലാണ് നിങ്ങളത് ആക്ടിവിറ്റി ചെയ്യണത്. അപ്പോൾ മക്കളത് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് അച്ഛൻ്റെ വളരെ വിനീതമായ അഭ്യർത്ഥനയാണ്. പിന്നെ നമ്മൾ തരുന്നത് പെറ്റ് ബോക്സ് എന്ന് പറയും. ആ കുപ്പിയില്ലേ, തേനിൻ്റെ കുപ്പി, അതിന് നല്ല വിലയാണ്. എന്തുകൊണ്ടാണ് അത്രയും വിലയിരുത്തുള്ള? ഞങ്ങൾക്ക് ചുമ്മാ തന്നാൽ മതി. അല്ല, ഒറിജിനൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സോഷ്യൽ സർവീസിൽ നിന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്തിട്ട് ആലപ്പുഴ രൂപത നമ്മുടെ GST കൊടുത്ത് വാങ്ങിച്ചിട്ട് ഞങ്ങളും GST അടച്ചിട്ടാണ് ഇത് തേന് വാങ്ങിക്കണത്. അല്ല എവിടെ നിന്നും വാങ്ങിക്കണതല്ല. അത് കറക്റ്റായിട്ടുള്ളത്. ഇത് ഉള്ളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആദ്യകാലങ്ങളിൽ തേനിൻ്റെ ഉപയോഗം മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കുമായിരുന്നു.
ഇപ്പം ആൾക്കാർ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതുള്ളത് കാരണം ഞങ്ങൾ സൂക്ഷിച്ചാണ് ഇത് കൈകാര്യം ചെയ്യണത്. അപ്പം നിങ്ങൾ ഉപയോഗം കഴിഞ്ഞ് നിങ്ങളത് പെട്ടി വെക്കണം. പല പിള്ളേരും എടുത്ത് കുടിച്ചിട്ട് പഞ്ചാര ഒഴിച്ച് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ല, തമാശയല്ല, ഞാൻ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും, അറിയത്തില്ല. ഇനിയിപ്പം ഞങ്ങളുടെ ഈ പലരുടെ കൈ മറിഞ്ഞ് വരുന്ന സംഭവമാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞങ്ങൾ തരുന്ന സാധനങ്ങൾ എല്ലാം വളരെ ശ്രദ്ധിക്കുക, എല്ലാം സൂക്ഷിച്ചാണ് ഉപയോഗിക്കേണ്ടത്. കാര്യം പെട്ടി വെച്ച് ഉപയോഗം കഴിഞ്ഞ് അപ്പം തന്നെ പെട്ടി വെച്ച് അലമാരി വെച്ച് ലോക്ക് ചെയ്തേക്കണം. ഒരു സാധനം തുറന്ന് വെച്ചേക്കരുത്. കാര്യം അത്രയും സൂക്ഷിച്ച് ഞങ്ങൾ ഇവിടുന്ന് തരുമ്പോൾ വെഞ്ചരിച്ച് കൈമാറിയ എൻ്റെ മക്കൾ അത്രയും ശ്രദ്ധിക്കണം. ഓക്കെ, ഉയർത്തിപ്പിടിക്കുക. അടുത്ത വസ്തു ഉയർത്തിപ്പിടിക്കുക. സമാപനാശീർവാദം. ഈശോ നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എല്ലാത്തിനും നന്ദി പറയുക. നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഇന്നെന്നെ കർത്താവ് തൊട്ട് ഇന്നെന്നെ അനുഗ്രഹിച്ച് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു. കർത്താവേ, അതിനേക്കാൾ ഉപരി എനിക്ക് ഈ പുണ്യഭൂമിയിൽ കാലുകുത്താൻ സാധിച്ചല്ലോ കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. നന്ദി 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 യേശുവേ. നന്ദി കർത്താവേ. യേശുവേ നന്ദി കർത്താവേ. സ്തുതി കർത്താവേ. സ്വസ്ത്ര കർത്താവേ. ആരാധന കർത്താവേ. മഹത്വം കർത്താവേ. ഓ ജീസസ്. യേശുവേ നന്ദി കർത്താവേ. യേശുവേ ആരാധന 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 ആരാധന. ദൈവമേ ഒത്തിരി ഒത്തിരി നന്ദി കർത്താവേ. എൻ്റെ ഈശോയേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാനൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.